നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീ കെടുത്താനായി പ്രഖ്യാപിച്ച സീസ് ഫയർ ഇപ്പോൾ ഒരു പുതിയ സമയപരിധിയുടെ അടിയന്തര സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു വശത്ത് സമാധാനത്തിന്റെ വാഗ്ദാനങ്ങൾ, മറുവശത്ത് വീണ്ടും യുദ്ധത്തിലേക്ക് വഴിമാറാമെന്ന ഭീഷണി. ഈ രണ്ട് യാഥാർത്ഥ്യത്തിനിടയിൽ ലോകം ശ്വാസം മുട്ടി നോക്കി നിൽക്കുകയാണ്. കരാറുടൻ ഉണ്ടാകണം, ഇല്ലെങ്കിൽ വീണ്ടും ബോംബിംഗ് ആരംഭിക്കേണ്ടി വരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് സമാധാന ചർച്ചകളുടെ മുകളിൽ തൂങ്ങിയിരിക്കുന്ന വാൾ പോലെയാണ്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തിയില്ല എങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്നും, എന്നാൽ ഇറാനിലെ തുറമുഖങ്ങൾക്കു മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരുപക്ഷെ ഞാൻ വെടിനിർത്തൽ നീട്ടില്ല, പക്ഷേ ഉപരോധം നിലനിൽക്കും. അതിനാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ബോംബുകൾ വർഷിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. ഏപ്രിൽ പകുതി മുതൽ ഇറാനിലെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടയുന്നുണ്ട്. ഇറാൻ ഈ നടപടിയെ നിയമവിരുദ്ധമെന്നും പ്രകോപനപരമെന്നും വിളിച്ച് അപലപിച്ചിരുന്നു. ഉപരോധം തുടർന്നാൽ ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും ആണവ കരാറുകൾ, ഉപരോധം നീക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ല എങ്കിൽ നിലവിലെ വെടിനിർത്തൽ തകരുകയും മേഖലയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ചെയ്തേക്കാം. ഒരു കരാറിലെത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന സൈനിക പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഇടയിലെ അവസാന രേഖയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സീസ് ഫയർ തുടക്കം മുതൽ തന്നെ ഒരു താൽക്കാലിക ഇടവേള മാത്രമായിരുന്നു. 2 ആഴ്ച നീളുന്ന ഈ ഇടവേള ഒരു സ്ഥിര കരാറിലേക്ക് എത്താനുള്ള അവസരമായി കണ്ടുവെങ്കിലും ആ അവസരം ഇപ്പോൾ തീരാനിരിക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം ഒരു കാര്യം മാത്രമാണ്: ഈ സമയപരിധിക്കുള്ളിൽ കരാർ ഉണ്ടാകുമോ? ഇല്ല എങ്കിൽ ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളപ്പെടുമോ? ട്രംപ് തുറന്നു പറഞ്ഞതുപോലെ കരാർ വൈകിയാൽ സൈനിക നടപടി വീണ്ടും ആരംഭിക്കാമെന്ന സൂചനകൾ ശക്തമാകുന്നു. ഇതിനിടയിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നുവെന്ന അവകാശവാദങ്ങളും അതിനെ തള്ളുന്ന ഇറാന്റെ പ്രതികരണങ്ങളും ചേർന്ന് അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ട്രംപ് പ്രഖ്യാപിക്കുന്ന ഓരോ മുന്നേറ്റവും, ഇറാൻ നിഷേധിക്കുന്ന ഓരോ വാദവും ഈ സംഘർഷം എത്രത്തോളം വിശ്വാസക്ഷയത്തിലാണ് എന്നതിന് തെളിവുകളാണ്. ഈ സാഹചര്യത്തിൽ സീസ് ഫയർ എന്നത് യഥാർത്ഥ സമാധാനമല്ല, മറിച്ച് യുദ്ധത്തിന്റെ ഇടവേള മാത്രമാണെന്ന സത്യം വീണ്ടും തെളിയുകയാണ്. ലെബനനിലെയും ഹോർമൂസിലെയും സംഭവ വികാസങ്ങൾ ഈ അനിശ്ചിതത്വം കൂടുതൽ വലുതാക്കുന്നു. ഒരു ഭാഗത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും മറുവശത്ത് നിലത്ത് സംഘർഷം തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയും ഈ സമയപരിധിയുടെ പിടിയിലാണ്. എണ്ണവിലകൾ, ഓഹരി വിപണികൾ, ആഗോള വ്യാപാരം എല്ലാം ഒരു കരാറിന്റെ ഭാവിയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കരാർ ഉണ്ടാകുന്ന പക്ഷം അത് വിപണികൾക്ക് വലിയ ആശ്വാസമാകും, പക്ഷെ പരാജയപ്പെട്ടാൽ അതിന്റെ ആഘാതം ആഗോളതലത്തിൽ അനുഭവിക്കേണ്ടി വരും. അതിനാൽ ഈ ഡെഡ് ലൈൻ ഒരു സാധാരണ തീയതിയല്ല, അത് ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക നിമിഷമാണ്. ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകളും ഇറാന്റെ അനിശ്ചിത പ്രതികരണങ്ങളും തമ്മിൽ ലോകം ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ഇത് സമാധാനത്തിന്റെ വാതിലാണോ, അല്ലെങ്കിൽ അടുത്ത വലിയ യുദ്ധത്തിന്റെ കൗണ്ട് ഡൗണോ?